വിമാന ടിക്കറ്റിന്റെ നിരക്കിൽ പുതിയ കരട് ചട്ടങ്ങളുമായി DGCA ടിക്കറ്റ് ബുക്ക് ചെയ്ത് 48 മണിക്കൂറിനുള്ളിൽ റദ്ദാക്കാനോ മാറ്റം വരുത്താനോ അനുവദിക്കും. അധിക നിരക്ക് ഉണ്ടെങ്കിൽ നൽകണം. ടിക്കറ്റുകൾ റദ്ദാക്കുമ്പോൾ വേഗത്തിൽ റീഫണ്ടിനുള്ള സൗകര്യവും ഒരുക്കും. ബസന്ത് ഏത് തരത്തിലാണ് ഈ കരട് ചട്ടങ്ങളിലെ മാറ്റവുമായി DGCA രംഗത്ത് വരുന്നത്? ദേശീയ വിമാന ടിക്കറ്റ് റദ്ദാക്കലും മറ്റുമായി ബന്ധപ്പെട്ട നിരവധി പരാതികൾ ഉയരുന്ന ഒരു സാഹചര്യത്തിലാണ് പുതിയ ചട്ടങ്ങളുമായി DGCA ഇപ്പോൾ രംഗത്ത് വരുന്നത്. ഇതിന്റെ കരട് ചട്ടങ്ങളാണ്. അതായത് ഇത് പൊതു ചർച്ചയ്ക്ക് വിധേയമാക്കാൻ വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ മാത്രമാണ്. അതായത് ഇപ്പോൾ നിങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുകയാണെങ്കിൽ അത് 2 ദിവസത്തിനുള്ളിൽ അത് റദ്ദാക്കി കഴിഞ്ഞാൽ പൂർണ്ണമായ റീഫണ്ട് ലഭ്യമാകും. തിരുത്തലുകൾ വരുത്താനും സാധ്യമാകും. മറ്റൊരു തീയതിയിലേക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യുകയാണെങ്കിൽ അതിന്റെ നിരക്ക് വ്യത്യാസം നൽകേണ്ടി വരും എന്നുള്ളത് മാത്രമാണുള്ളത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ 24 മണിക്കൂർ കൊണ്ടാണ് നിങ്ങൾക്ക് പേരുകൾ തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അത് തിരുത്താനുള്ള അവസരം ലഭിക്കുന്നു. റീഫണ്ട് വേഗത്തിലാക്കുന്നു. ഒരു അടിയന്തര മെഡിക്കൽ എമർജൻസി ഉണ്ടാകുന്ന അടിയന്തര ചികിത്സാ സാഹചര്യങ്ങളിൽ ടിക്കറ്റ് റദ്ദാക്കിയാൽ പൂർണ്ണമായ റീഫണ്ട് അനുവദിക്കുന്ന തുടങ്ങിയ കരട് ചട്ടങ്ങൾ മാത്രമാണ് ഇപ്പോൾ തയ്യാറാക്കിയിട്ടുള്ളത്. പക്ഷേ ഇവയെല്ലാം തന്നെ ചില മാർഗരേഖകൾക്ക് അടിസ്ഥാനമായിരിക്കും. അതായത് 5 ദിവസത്തിനുള്ളിൽ വരുന്ന ഒരു വിമാനത്തിൻ്റെക്ക് നിങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ ഇത് ലഭ്യമായിരിക്കില്ല. അതുപോലെ തന്നെ വിദേശ വിമാനം 15 ദിവസത്തിനുള്ള ഒരു വിദേശ യാത്രയ്ക്ക് വേണ്ടി നിങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്ത് 2 ദിവസത്തിനുള്ളിൽ റദ്ദാക്കാൻ കഴിയില്ല. അങ്ങനെ ചില വ്യവസ്ഥകളൊക്കെ തന്നെ ഇതിലുണ്ട്. ഇനി ഈ കരട് പൊതു ചർച്ചയ്ക്ക് വിധേയമാക്കിയ ശേഷം മാത്രമേ ഇത് നിലവിൽ വരികയുള്ളൂ. ശരി, കരട് ചട്ടങ്ങളാണ്. ഇനി പൊതു ചർച്ചയ്ക്ക് ശേഷം അന്തിമ തീരുമാനത്തിലേക്ക് എത്തണം. ബുക്ക് ചെയ്ത് 48 മണിക്കൂറിനകം റദ്ദാക്കാം എന്നടക്കമുള്ള വ്യവസ്ഥകളാണ്, നിർദ്ദേശങ്ങളാണ് ഇപ്പോൾ ഈ കരടിന്റെ ഭാഗമായി വരുന്നത്.